Hi, hello and welcome back to Try It Out with Meera. തംബ്നെയിലിൽ കണ്ടതുപോലെ കേടാകാത്ത കേര മീൻ കറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അതിനു മുൻപായി എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നിട്ട് വീഡിയോ കണ്ടു തുടങ്ങൂ. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ഇത് കേടാകാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കേണ്ടത് ചേർക്കരുതാത്തത് എന്നത് വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടു തുടങ്ങാം. ആദ്യം മീൻ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരൽപ്പം കടുക്, ഉലുവ എന്നിവയിട്ട് പൊട്ടിക്കുന്നു. ഇതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും നന്നായി അതിൽ വഴറ്റിയെടുക്കുന്നു. ഇതേ സമയം തന്നെ തോട്ടുപുളി അഥവാ കുടംപുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാൻ മറക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുക. നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഇതിപ്പോൾ എരിവ് കൂടിയ മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തികച്ചു വിടുന്നുണ്ട്. എരിവ് അധികം താല്പര്യമില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കശ്മീരി ചില്ലി പൗഡർ കൂടുതലായി യൂസ് ചെയ്യാം. അപ്പോൾ കറിക്ക് കളറും കിട്ടും, അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും. ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക. മുളക് പൊടി പെട്ടെന്ന് മൂക്കും, അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിക്കാൻ. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളവും ഒഴിച്ച ശേഷം കറി എത്രത്തോളം ആവശ്യമുണ്ടോ, കറിയുടെ ചാറ് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ച് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞ് തുറക്കുമ്പോൾ ചാറ് നന്നായി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇതിലേക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേരയുടെ കഷ്ണങ്ങൾ ചേർക്കുന്നു. കഷ്ണങ്ങൾ ഇട്ട ശേഷം തവിയിട്ടിളക്കാതെ ഇതേപോലെ ചട്ടിയുടെ ഇരുവശങ്ങളിലും പിടിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. സാധാരണ മീൻ കറി അല്ലെങ്കിൽ ഏതൊരു കറിയും വെക്കുമ്പോൾ കേടാവാനുള്ള പ്രധാന കാരണം അതിൽ ഉള്ളിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മല്ലിയോ അതുമല്ലെങ്കിൽ തേങ്ങയോ ഒക്കെ ചേർക്കുന്നതാണ്. ഈ മീൻ കറിയിൽ രുചി കൂടാനായി തേങ്ങയോ ഉള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എന്തിന് പച്ചമുളക് പോലും ചേർക്കുന്നില്ല. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല രുചി മാക്സിമമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ സ്ഥിരമായി ഇതേപോലെ തന്നെയാണ് എല്ലാ മീനും കറി വയ്ക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി തിളച്ച് മീനും വെന്തു. ഇപ്പോൾ കറി റെഡിയാണ്. ഇരിക്കുന്തോറും ഈ കറിയുടെ രുചി കൂടിക്കൂടി വരും. ചാറിലെ എരിവും പുളിയും എല്ലാം കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നന്നായി കുറുകി ചോറിനോടൊപ്പം പിന്നെ ഒരു കൂട്ടാനും നമുക്ക് വേണമെന്ന് തോന്നില്ല. അത്ര നല്ല മീൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.